അങ്ങനെ നേരം വെളുത്തു. അച്ഛനും മോനും കൂടി മാർക്കറ്റിലേക്ക് പോവുകയാണ്. വലിയ മീൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ അമ്മ പറഞ്ഞു. അച്ഛൻ വന്നതല്ലേ, അച്ഛൻ ഇഷ്ടമുള്ള കേരച്ചൂരയോ അങ്ങനെ എന്തെങ്കിലും നല്ല മീൻ നോക്കി വാങ്ങിക്കൂ, കുറച്ച് കപ്പയും കൂടെ വാങ്ങിക്കൂ, അമ്മ പറഞ്ഞു വിട്ടു. അങ്ങനെ രവിയും അച്ഛനും കൂടി കടയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി. അച്ഛനെ അമ്മ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പൈസ അവൻ ചിലവാക്കട്ടെ, നിങ്ങൾ ആവശ്യത്തിന് എന്തെങ്കിലും കാര്യത്തിന് എടുത്താൽ മതി, അവൻ വാങ്ങിക്കട്ടെ, അവൻ്റെ ഉത്തരവാദിത്വം നമ്മളെ നോക്കേണ്ടത്. ഇവക്കിനി തുടങ്ങി, ഞാൻ വന്നങ്ങോട്ട് കയറിയില്ല, അതിനിടയ്ക്ക് പൈസയുടെ കണക്ക് തുടങ്ങിയിട്ടുണ്ട്, നീ ഒന്ന് അടങ്ങ്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അങ്ങനെ അച്ഛനും മോനും കൂടി മാർക്കറ്റിലേക്ക് പോയി ആവശ്യത്തിനുള്ള മീനുകളെല്ലാം വാങ്ങിച്ചു, കപ്പയും എല്ലാം വാങ്ങിച്ചു. വീട്ടിൽ കൊണ്ടുവന്നതും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അമ്മയും രമ്യയും കൂടി മീനും എല്ലാം വൃത്തിയാക്കി വേവിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് അടുക്കളപ്പണി ഇച്ചിരി കൂടുതലാണ്. അടുക്കളപ്പണി മാത്രമല്ല, വീട്ടിലെ മൊത്തത്തിലുള്ള പണി കൂടുതലാണ്. വീട്ടിലാണെങ്കിൽ ഒരു ജോലിയുമില്ല, റെസ്റ്റോട് റെസ്റ്റ്. അമ്മ ജോലി ചെയ്യാൻ പറഞ്ഞാൽ പോലും അവളത് ചെവിക്കൊള്ളാറേയില്ല. ഇപ്പോഴാണ് അമ്മയുടെ വില മനസ്സിലാക്കുന്നത്. അവൾ മനസ്സിൽ വിചാരിച്ചു, ഇവിടെ വന്നതിന് ശേഷം ഫുൾ ടൈം അടുക്കളയിലാണ്. അടുക്കളയിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി ഉള്ള മനസ്സമാധാനം പോവാൻ. ജോലി ചെയ്യാതിരിക്കുന്നത് അമ്മായി അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവളുടെ വയ്യായിക പോലും മറന്ന് പലപ്പോഴും അവൾ അടുക്കളയിൽ തന്നെ നിൽക്കുന്നത്. ഇന്നാണെങ്കിൽ ജോലി കൂടുതലാണ്. പലതരം മീനുകളുണ്ട്, അതെല്ലാം പലതരത്തിൽ കറി വയ്ക്കണം. അതിനിടയ്ക്കൂടെ ചീനി, ഇതൊന്നും അവൾക്ക് വശമുള്ള കാര്യമല്ല. അമ്മായിയമ്മയോട് നിർദ്ദേശം ചോദിച്ച് തന്നെയാണ് അവളതെല്ലാം ചെയ്യുന്നത്. അവരും കൂടെ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൾക്ക് ഇച്ചിരി ജോലി കൂടുതലാണ്. അത് മനഃപൂർവ്വം അവൾ ഏറ്റെടുത്തതാണ്. കാരണം അല്ലെങ്കിൽ അതിനും അവർ കണക്ക് പറയും. എല്ലാം വേവിച്ച് മീനൊക്കെ പൊരിച്ച് ഒഴിച്ചു കറിയും എല്ലാം വെച്ചു. ഇനി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചാൽ മാത്രം മതി. അടുക്കളയെല്ലാം ക്ലീനാക്കി അവൾ റൂമിലേക്ക് പോയി പുറം കഴുകി വേറെ ഡ്രസ്സ് എടുത്തിട്ടു. കുറച്ചു നേരം കട്ടിലിൽ ക്ഷീണത്തോടെ കിടന്നു. അപ്പോഴൊക്കെ അവൾക്ക് അമ്മയാണ് ഓർമ്മ വന്നത്. ഇടയ്ക്ക് അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. അമ്മയുടെ വില ഇപ്പോൾ നന്നായി മനസ്സിലാവുന്നുണ്ടെന്ന് അവൾ വീണ്ടും വീണ്ടും ഓർത്തു. അമ്മ ഉള്ളപ്പോൾ ഒന്നും ചെയ്യിക്കില്ലായിരുന്നു. സ്വന്തം അമ്മയെപ്പോലെ ആവില്ലല്ലോ വേറൊരമ്മ, അവൾ മനസ്സിൽ വിചാരിച്ചു. തൻ്റെ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവും, അതുപോലെ വേറൊരാളും തന്നെ മനസ്സിലാക്കണമെന്ന് വാശി പിടിക്കാനും പറ്റില്ല. രവി റൂമിലേക്ക് വന്നതും അവൾ പറഞ്ഞു, രവിയേട്ടാ, എനിക്കിപ്പോൾ അടുക്കളയിൽ നിന്ന് കയറാൻ നേരമില്ല, അത്രയ്ക്ക് ജോലിയാണ്. വീട്ടിലാണെങ്കിൽ എന്ത് സുഖമായിരുന്നു, എല്ലാം അമ്മ വേവിച്ച്, വേണമെങ്കിൽ അമ്മ വാരിയും തരും, ഒന്നും ചെയ്യണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ റെസ്റ്റ് എന്തെന്ന് അറിഞ്ഞിട്ടില്ല, അവൾ ആവലാതി പറഞ്ഞു. എനിക്കറിയാം നിനക്ക് ജോലി കൂടുതലാണെന്നൊക്കെ. നോക്കാം നമുക്ക്. നീ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകും. അപ്പോഴത്തേക്കും നിനക്ക് കുറച്ചൊക്കെ റിലാക്സ് കിട്ടും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തോളും. രാവിലെ നീ എന്തെങ്കിലും ചെയ്താൽ മതി, രവി ആശ്വസിപ്പിച്ചു. അവൾക്കപ്പോൾ തോന്നി പഠിക്കാൻ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ അടുക്കളയിൽ കിടന്ന് തൻ്റെ ജീവിതം പാഴാവും. അവർക്ക് താൻ പഠിക്കണമെന്നോ ജോലി നേടണമെന്നോ ഒന്നും ആഗ്രഹമില്ല. അവർക്ക് അടുക്കളയ്ക്ക് ഒരാളെ കൂടി കിട്ടി, അത്ര തന്നെ. അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് പഠിക്കാൻ പോകണം. തൻ്റെ ജീവിതം താൻ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ ഒടുങ്ങും തൻ്റെ ജീവിതം, അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പഠിക്കുന്നതിനെക്കുറിച്ചായി പിന്നീട് അവളുടെ ചിന്ത. കൂട്ടുകാരെയൊക്കെ വിളിച്ചു. പൊടി തട്ടിയെടുക്കാനുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ പൊടി തട്ടിയെടുത്തു. ഇനി അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങണം. പഠിക്കാൻ പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ അവരുടെ മുഖം വല്ലാതെയായി. പഠിക്കാൻ പോയാൽ പിന്നെ ഇവിടെ എന്നെ ആരാ സഹായിക്കുന്നേ? എനിക്കും കൂടെ വേണ്ടിയിട്ടല്ലേ നീ പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നത്? അവർ രവിയോട് പറഞ്ഞു. പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ജീവിതം ഈ അടുക്കളയിൽ തീർക്കാനുള്ളതാണോ അമ്മേ? അവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ ഞാൻ കല്യാണം കഴിച്ചത്. 10-20 വയസ്സല്ലേ ഉള്ളൂ, അവൾക്ക് പഠിക്കണ്ടേ? ഞാൻ പഠിപ്പിക്കാമെന്നൊക്കെ വാക്ക് കൊടുത്തിട്ടാണ് അവളെ കല്യാണം കഴിച്ചത്. ഇനി എനിക്കതിന് വാക്ക് മാറ്റി പറയാനൊന്നും സാധിക്കില്ല. മാത്രമല്ല, അവളെ പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി നേടട്ടെ. അദ്ദേഹം അത് ഉറപ്പിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മിണ്ടാട്ടം മുട്ടി. അവർക്ക് നിരാശയായിരുന്നു. ഇനി അടുക്കളയിൽ ഇപ്പോൾ അവൾ വന്നതിന് ശേഷം കുറച്ചൊക്കെ ആശ്വാസമുണ്ട്. അവളെ കൊണ്ടങ്ങ് മുക്കാലും ചെയ്യിക്കും. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയും ചെയ്തുകൊണ്ട് താനങ്ങ് നിൽക്കും. അതുകൊണ്ട് റെസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അവൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തനിക്ക് ജോലിഭാരം കൂടുമല്ലോ എന്നോർത്ത് അവർക്ക് എന്തെന്നില്ലാത്ത ആവലാതിയായി. അടുത്ത ആഴ്ചയാണ് അവൾ പഠിക്കാൻ പോകുന്നത്. മാക്സിമം ജോലി ചെയ്യിക്കാൻ നോക്കണം രാവിലെ, അവർ മനസ്സിൽ കരുതി. അങ്ങനെ അവൾക്ക് പഠിക്കാൻ പോകാനുള്ള ദിവസം എത്തി. രാവിലെ അവൾ എഴുന്നേറ്റ് അടുക്കളയിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം കുളിച്ച് റെഡിയാകാനായി പോയി. രാവിലത്തെ ആഹാരം അവൾ കഴിച്ചിട്ടില്ലായിരുന്നു.
അമ്മായിയമ്മ കഴിക്കാൻ പറഞ്ഞതുമില്ല. പോന്നെങ്കിൽ പോവട്ടെ എന്നവർ കരുതി. അവൾ ഓടിപ്പിടച്ച് ഒരുങ്ങി വന്ന് ആഹാരം വാരി ഒരു ഇഡലിയെ കഴിച്ചുള്ളൂ. ആഹാരം വാരി കഴിക്കാനുള്ള സമയം അവൾക്കില്ലായിരുന്നു. ആ ഇഡലി നിന്നുകൊണ്ട് കഴിച്ചുകൊണ്ട് അവൾ ഇറങ്ങാൻ പോയി. രവി അപ്പോഴത്തേക്ക് റെഡിയായി വന്നു. അവളെ കോളേജിലോട്ടാക്കിയിട്ട് വേണം തനിക്ക് ജോലിക്ക് കയറാൻ. രമ്യ പെട്ടെന്നാവട്ടെ. അദ്ദേഹം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വിളിച്ചു. രമ്യ ഓടിപ്പിടച്ച് ബാഗുമെടുത്ത് അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്നു. അവർ പോകുന്നത് നോക്കി അമ്മായിയമ്മ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് കടുത്ത അമർഷവും ദേഷ്യവും തോന്നി. എന്തോ പറയാനെന്നറിയാം ഇവൻ്റെ ഓരോ കാര്യങ്ങൾ. ഇനി ബാക്കി ജോലി ഞാൻ ചെയ്യണമല്ലോ. അവർ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. എന്നെക്കൊണ്ട് പറ്റുന്ന കണക്കൊക്കെ ചെയ്യും. പിന്നെ ഇനി അവൾക്ക് ബാക്കി എല്ലാം വേവിച്ച് മുമ്പിൽ കൊടുക്കാത്ത കുഴപ്പമേ ഉള്ളൂ, അവർ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അടുക്കള ജോലിയിലേക്ക് പോയി. അതിനുശേഷം കുറേയൊക്കെ ചെയ്തിട്ട് അവർ റെസ്റ്റ് എടുത്തു. ഇനി അവൾ വരാനായിട്ട് കുറേ സമയമെടുക്കും. അവളുടെ വരവും കാത്ത് അമ്മായിയമ്മ ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി ജോലി ചെയ്യിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും.